പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് ദിവ്യാസ് ലേണിംഗ് അക്കാഡമിയുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ICSE ബോർഡ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറുകഥകളുടെ ഒരു സമാഹാരത്തിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കഥയാണ് ഇന്ന് നമ്മളിവിടെ അനാവരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആ കഥ എഴുതിയത് നിങ്ങൾക്കൊക്കെ അറിയുന്ന വളരെ പ്രസിദ്ധനായ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ആധുനിക ചെറുകഥാകൃത്ത് ശ്രീ T. പത്മനാഭനാണ്. അദ്ദേഹം 1931 കണ്ണൂരിനടുത്തുള്ള പള്ളിക്കുന്നിൽ ജനിക്കുകയും നാളിതുവരെ കേരളത്തിൻ്റെ സാഹിത്യ മേഖലയിലും കഥാരചനാ മേഖലയിലും ഒട്ടേറെ സമഗ്ര സംഭാവനകൾ നൽകിയ ഒരു പ്രതിഭാധനായിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ കഥയാണ് ഈ പറഞ്ഞ നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രകാശം പരത്തുന്ന പെൺകുട്ടി. ആ പേരിൽ തന്നെ ഒരു പ്രകാശമുണ്ട്. നമുക്ക് ആ കഥയുടെ നാൾവഴികളിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കാം. അയാൾ ആ നഗരത്തിൽ രണ്ടാമതും വരികയാണ്. നേരത്തെ ആ നഗരത്തിൽ മുക്കും മൂലയും അദ്ദേഹത്തിന് നല്ല പരിചയമുള്ള ആളാണ് ആ വരുന്നത്. അദ്ദേഹത്തിന് നടന്ന അവസാനം അദ്ദേഹം ഒരു ബീച്ചിൽ ഇരിക്കുകയാണ്. കാറ്റുകൊള്ളാൻ ഇരിക്കുന്ന ആളുകളിരിക്കുന്ന ഒരു ബീച്ചിൽ ഇരിക്കുന്ന സമയത്താണ് കുറേ ആളുകൾ കഴുത്തിൽ ഷാളൊക്കെ ചുറ്റി ഒരു ചൂരൽ വടിയൊക്കെ ചുഴറ്റി അദ്ദേഹത്തെ കടന്നുപോയത്. അങ്ങനെ കടന്നു പോകുന്ന ആളുകൾ എല്ലാവരും പ്രായം കുറച്ച് കൂടിയ ആളുകളാണ്. പക്ഷേ അവരൊക്കെ വളരെ ഉല്ലാസവാന്മാരായിരുന്നു. പക്ഷേ അല്ലെങ്കിൽ ഉല്ലാസം ഇല്ലെങ്കിൽ പോലും ആ ഉല്ലാസം അഭിനയിച്ചുകൊണ്ട് അവർ സഞ്ചരിക്കുകയാണ്. അവർ സഞ്ചരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് ഉള്ളിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥ ഉണ്ടാകുകയാണ്. ആ പോകുന്നതിലൊന്നും ഒരു ആത്മാർത്ഥതയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നതാണ്. അങ്ങനെ പോകുമ്പോൾ അദ്ദേഹം പല ആളുകളെയും ഇങ്ങനെ കണ്ടുപോകുന്ന കൂട്ടത്തിൽ ഒരു ധാവണി ചുറ്റിയ ഒരു പെൺകുട്ടി വരുന്നു. ആ പെൺകുട്ടി ഇതിനു മുമ്പ് അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹം അവളെ കാണുന്നതിന് വേണ്ടി ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അവൾ ഒപ്പം ചെറിയ കുറച്ച് കുട്ടികൾ കൂടി അവളോടൊപ്പം വരുന്നുണ്ട്. അവൾ കുറച്ചുകൂടി വലുതായിരിക്കുന്നു. അദ്ദേഹം നേരത്തെ കണ്ടിരുന്ന പെൺകുട്ടി തന്നെയാണത്. അവളിപ്പോൾ കുറച്ചുകൂടി വലുതായിരിക്കുന്നു. ഒരു ധാവണിയൊക്കെ ചുറ്റി അവൾ അദ്ദേഹത്തെ കടന്നുപോയി. അവൾക്ക് അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തിന് അവളെയും അറിയാം. അദ്ദേഹം അവളെ നോക്കിയിരുന്നു. അവൾ തീർച്ചയായും അദ്ദേഹത്തിന് തിരിച്ചു നോക്കുമെന്നറിയാമായിരുന്നു. അവൾ നോക്കി, സന്തോഷത്തോടുകൂടി നോക്കി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ പണ്ട് അവളെ കണ്ടുമുട്ടിയ ആ കാര്യം ഓർമ്മ വരികയാണ്. വളരെ നാളുകൾക്ക് മുൻപ് അദ്ദേഹം ഒരു ദേശസഞ്ചാരിയായ മനുഷ്യനാണ്. വളരെ നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന് അകാരണമായി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വിരക്തി, ജീവിതത്തിലോട് സന്തോഷമില്ലായ്മ, അല്ലെങ്കിൽ ജീവിതത്തെ വേണ്ടാന്ന് വിചാരിക്കുക, അദ്ദേഹം ഒന്ന് മരിക്കാമെന്ന് വിചാരിക്കുക, അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ കുറേ കാലം അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷം ഒരു ദിവസം തീരുമാനിച്ചു, ഇന്ന് ആത്മഹത്യ ചെയ്യണം. അങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്ന് ഉറച്ച് ആ നഗരത്തിൽ അദ്ദേഹത്തിന് പരിചയമില്ലാത്ത ഒരു സ്ഥലങ്ങളുമില്ല. ആ നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും അദ്ദേഹം ഇങ്ങനെ തനിക്ക് പരിചയമുള്ള സകല സ്ഥലങ്ങളും സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തിന് പരിചയമുള്ള ആളുകളെയൊക്കെ പോയി കാണുകയാണ്. എങ്ങനെയെങ്കിലും ഇനി മരിച്ചാൽ മതി എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പക്ഷേ അദ്ദേഹം ഒരാളോട് പോലും ഞാൻ മരിക്കാൻ പോവുകയാണെന്നുള്ള യാഥാർത്ഥ്യം പറഞ്ഞില്ല. അദ്ദേഹത്തിന് ആവശ്യത്തിലധികം ധനം കയ്യിലുണ്ട്, പക്ഷേ മനസമാധാനമില്ല. എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അദ്ദേഹം ജീവിതത്തിൻ്റെ എല്ലാ സുഖഭോഗങ്ങളും തനിക്ക് അന്യമായി കഴിഞ്ഞു എന്ന് വിചാരിച്ച് അന്ന് മരിക്കണമെന്ന് നിശ്ചയിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ച് വരുമ്പോഴാണ് ഒരു സിനിമാ തിയേറ്റർ അദ്ദേഹം കാണുന്നത്. പണ്ടേ അദ്ദേഹത്തിന് സിനിമകൾ വളരെ വലിയ ഇഷ്ടമാണ്. എന്നാൽ ഇനി വൈകുന്നത് വരെ ഈ കുറച്ച് സമയം കളയാം, മരിക്കാൻ എന്തായാലും പോവല്ലേ, ഒരു സിനിമ കണ്ടേക്കാം എന്ന് കരുതി അദ്ദേഹം ആ സിനിമാ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഉച്ച സമയമാണ്, മാറ്റിനി നടക്കാൻ പോകുന്നു. ആ മാറ്റിനി ആകുന്നതുകൊണ്ട് വളരെ തിരക്കൊന്നും ഉണ്ടാവുകയില്ല. ഒരു ഹിന്ദി സിനിമയാണ് അവിടെ കളിക്കുന്നത്. പണ്ട് കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നത് ഹിന്ദി സിനിമകളാണ് കൂടുതൽ. നമ്മളെ മലയാളത്തിലെ സിനിമകൾ വന്നിട്ട് കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ ഹിന്ദി സിനിമ കളിക്കുന്ന ഒരു തിയേറ്ററാണ്. അപ്പോൾ അവിടെ ആ ഹിന്ദി സിനിമകൾക്ക് പകരം അന്ന് അവിടെ കളിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയാണ്. ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരുന്ന സിനിമകളെന്ന് കഥാകാരൻ നമ്മെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ടെക്സാസ് എന്ന് പറയുന്ന വിദേശ രാജ്യത്തെ ഒരു പുൽമൈതാനത്ത് രണ്ട് ചെറുപ്പക്കാർ തമ്മിൽ ഒരു പെൺകുട്ടിക്ക് വേണ്ടി അടിയുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു കഥാതന്തുവുള്ള സിനിമയാണ് അന്ന് ആ തിയേറ്ററിൽ കളിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ സിനിമ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഒരു ചെറിയ പെൺകുട്ടി 2-3 കൊച്ചു കുട്ടികളുമായി വളരെ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടും വളരെ ആഹ്ലാദ ചിത്രമായിട്ടും ആ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണ്. ആരും പെട്ടെന്ന് കാണാത്ത ഒരു മൂലയ്ക്കാണ് ഈ നമ്മുടെ കഥാനായകൻ സിനിമ കാണാനിരിക്കുന്നത്. ആ സമയത്ത് ഈ കുട്ടികൾ ബഹളം വെച്ച് എവിടെയെങ്കിലും മാറിപ്പോയി ഇരുന്നു കൊള്ളട്ടെ എന്ന് അദ്ദേഹം പ്രത്യാശിക്കുകയാണ്. പക്ഷേ ആ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട്, അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു കുട്ടികളുടെ അടുത്ത് വന്നിരിക്കാൻ. പക്ഷേ ആ പെൺകുട്ടി, മുതിർന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവൾ ചെറിയ കുട്ടികളെയുമായിട്ട് ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടും ആഹ്ലാദത്തോടുകൂടി ചിരിച്ചുകൊണ്ടും
ഒരു പ്രകാശപൂരിതമായ ഒരു സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത കസേരയിൽ വന്നിരുന്നു. അദ്ദേഹം അപ്പോഴും നിസ്സംഗനായി ഇരിക്കുകയാണ്. സിനിമ ആരംഭിച്ചു. സിനിമയുടെ ഓരോ റീലുകളും അവളെ ആഹ്ലാദചിത്തരാക്കി. സന്തോഷകരമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ വന്നപ്പോൾ, ഒരു അക്രമിയുടെ കയ്യിൽ വെടികൊണ്ടപ്പോൾ അവൾ വളരെ സന്തോഷത്തോടുകൂടി ആ എന്ന് ഉച്ചത്തിൽ അലറി വിളിക്കുന്നത് അദ്ദേഹത്തിന് അത്ഭുതകരമായി തോന്നി. ഡേവിഡ് ഫാരറുടെ ഭീകരമായ മുഖം കണ്ടപ്പോൾ അവൾ ഭയന്ന് അയാളുടെ കൈകളിൽ കയറി പിടിച്ചു. ദൈവമേ, ഇത്രയ്ക്ക് പോസിറ്റീവ് എനർജി ഉള്ള കുട്ടികളോ, ഇത്രയ്ക്ക് സന്തോഷം തരാൻ കഴിയുന്ന, സന്തോഷം പ്രദാനം ചെയ്യാൻ കഴിയുന്ന മാനസികാവസ്ഥയുള്ള മനുഷ്യർ ലോകത്തുണ്ടോ? അദ്ദേഹം അത്ഭുതത്തോടുകൂടി അവളെ നോക്കി. അവളൊരു ചെറിയ കുട്ടിയാണ്, അദ്ദേഹം ഒരു മുതിർന്ന മനുഷ്യനും. അപ്പോൾ അവൾ ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തോട് സംശയം ചോദിക്കാൻ തുടങ്ങി. ഈ സിനിമയുടെ കഥയൊന്ന് എനിക്ക് പറഞ്ഞു തരാമോ? അദ്ദേഹം അവളെ അത്ഭുതത്തോടുകൂടി സൂക്ഷിച്ചു നോക്കി. ആരും ഇന്നുവരെ അദ്ദേഹത്തോട് ഒരു ഇംഗ്ലീഷ് സിനിമയുടെ കഥ പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. തനിക്ക് ഇംഗ്ലീഷ് വശമാകുമെന്ന് ആ പെൺകുട്ടി ധരിക്കുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ അത്ഭുതകരമായ ഒരു പ്രതിഭാവിലാസമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, തനിക്ക് കുറേ കഴിവുകളുണ്ട് എന്ന് വിശ്വസിക്കാൻ ആരുമില്ല എന്നാണ് മരിക്കാൻ തയ്യാറായ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പഴയ വികാരം. അദ്ദേഹം മരിക്കാൻ തയ്യാറായി തന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്ന ഒരു ബോധ മനസ്സ് ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ആ കൊച്ചു പെൺകുട്ടി അദ്ദേഹത്തോട് പറയുകയാണ്, അങ്ങക്ക് എനിക്ക് ഈ കഥയൊന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് അറിയുന്ന ഒരാളാണ് എന്ന് തന്നെ അംഗീകരിക്കാൻ ഒരാൾ വന്നിരിക്കുന്നു. പിന്നെയും അവൾ ഉത്സാഹഭരിതമായിട്ട് സംസാരിച്ചു. സിനിമ നല്ല സിനിമയാണ്, സിനിമ കാണാൻ ഇനിയും വരുമോ? അപ്പോൾ ആ മനുഷ്യനോട് അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും സ്നേഹവും ഇഷ്ടവും അടുപ്പവും ഒക്കെ അവൾ പ്രകടിപ്പിച്ചപ്പോൾ ഈ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിരുന്ന മരണം എന്ന് പറയുന്ന ആ വികാരത്തോടുള്ള അടുപ്പം പതുക്കെ ക്രമമായി അലിഞ്ഞ് ഇല്ലാതെയായി അദ്ദേഹം പോലും അറിയാതെ പോകുന്നത് നമ്മൾ കണ്ടു. അവൾ അവസാനം ചോദിച്ചു, ഞാൻ സിനിമ കാണാൻ ഇനിയും വരും, നിങ്ങൾ അമ്മയോട് ചോദിച്ചിട്ട് വരുമോ? അവൾ കുട്ടിയാണ്, സ്വാഭാവികമായിട്ടും സിനിമ കാണാനായിട്ട് അമ്മയോട് ചോദിച്ചിട്ടേ വരാൻ കഴിയുള്ളൂ. പക്ഷേ നമ്മുടെ കഥാനായകൻ മുതിർന്ന ആളാണ് എന്ന് അവൾക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ തിരിച്ചറിവില്ലായ്മ കൊണ്ടോ അവൾ പറയുകയാണ്, അമ്മയോട് ചോദിച്ചിട്ട് താങ്കളും അടുത്ത സിനിമ കാണാൻ വരാമോ? അയാൾ മനസ്സാലെ ചിരിച്ചുപോയി. അങ്ങനെ അന്ന് ഉത്സാഹത്തോടുകൂടി അവർ ആ തിയേറ്ററിൽ നിന്ന് പിരിയുകയാണ്. അന്ന് അദ്ദേഹം ഒരു അടച്ചുമൂടി കെട്ടിയ ഏതോ ഒരു ഭീകരാന്തരീക്ഷത്തിൽ നിന്നും തുറന്ന ഒരു തുറസായ സ്ഥലത്തേക്ക് എത്തുന്നത് പോലെ തൻ്റെ ചെറിയ മുറിയിൽ നിർനിമേഷനായി ഏകാന്തനായി കിടക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ഹൃദയഭാരം ഒഴിഞ്ഞ ഒരവസ്ഥയിൽ ഒരു വലിയ മരണത്തിൽ നിന്നും അല്ലെങ്കിൽ മരണ ചിന്തയിൽ നിന്നും ആ മനുഷ്യൻ രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്നുള്ളതാണ് ആ പെൺകുട്ടി അന്ന് ചെയ്ത, അവൾ പോലും അറിയാതെ ചെയ്ത ആ ശരിയായ ഒരു സത്പ്രവൃത്തി. അപ്പോൾ എവിടെയാണ് ദൈവത്തിന് നമ്മളെ തിരിച്ചു വിളിക്കാൻ ഉള്ള പ്രചോദക ശക്തി ഇരിക്കുന്നത് എന്ന് നമുക്ക് പോലും അറിയില്ല എന്ന വലിയൊരു സിദ്ധാന്തമാണ് ഈ കഥ നമുക്ക് തരുന്നത്. അതിനുശേഷം അദ്ദേഹം രണ്ടാമത് വരുമ്പോഴാണ് കഥ ആരംഭിക്കുന്നത്. നമ്മുടെ പുസ്തകത്തിലെ കഥ ആരംഭിക്കുന്നത് രണ്ടാമത് ആ നഗരത്തിലേക്ക് വരുന്നു. ആ നഗരത്തിൽ നമ്മുടെ ബീച്ചിൽ വെച്ച് അവൾ വീണ്ടും അദ്ദേഹം കാണുകയാണ്. അവളെ കാണണമെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്താ കാണണമെന്ന് തോന്നാൻ കാര്യം? മരണത്തിൽ നിന്നും തന്നെ രക്ഷിച്ച നഗരം, മരണത്തിൽ നിന്ന് തന്നെ രക്ഷിച്ച മഹത്തായ ആ സംഭവം നടന്ന ഒരു നഗരം, ആ പെൺകുട്ടിയുടെ സ്വഭാവം, ആ പെൺകുട്ടിയുടെ പ്രത്യേകതകൾ. ഏതൊരു വ്യക്തിയാണോ, എവിടെ നിന്നാണോ ഒരു പ്രകാശം ഒരു വ്യക്തി ജീവിതത്തിലേക്ക് അറിയാതെ പ്രവേശിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ തിരിച്ചറിവാണ് ഈ കഥ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അക്കാലത്ത് ചന്താരേ ചന്താരേ എന്ന ആ ഗാനം പാടി ആ തിയേറ്ററിനുള്ളിൽ നിന്ന് ആഘോഷിച്ച് അവളെ കാണുമ്പോൾ പഴയ ലതാ മങ്കേഷ്കർ എന്ന ബാലികയായിട്ടുള്ള ആ പാട്ടുകാരി മനോഹരമായി പാടിയ ആ പാട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുമ്പോൾ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് അദ്ദേഹം നടന്നുപോയ ആ തിരിച്ചു നടപ്പ് നമ്മുടെ മനസ്സിലേക്കെല്ലാം ഒരു പോസിറ്റീവ് എനർജി, ഒരു പുതുമ പ്രദാനം ചെയ്യുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതിനേക്കാൾ ഉപരി മക്കളെ നമ്മൾ ഓർക്കേണ്ടത് ആത്മഹത്യ, ഈ അധ്യായം നമ്മൾ പഠിപ്പിക്കുന്ന 3 പ്രധാന കാരണങ്ങളുണ്ട്. 1, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരം അല്ല. 2, നമ്മളെവിടെയാണോ നിരാശരായിരിക്കുന്നത്, നമ്മളെവിടെയാണോ ജീവിതം കൈവിട്ടു പോകുന്നത് എന്ന് തോന്നുമ്പോഴെല്ലാം ഏതോ ഒരു അദൃശ്യ ശക്തി, ഒരു അഭൗമ ശക്തി നമ്മളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് തിരിച്ച് കൊണ്ടുവരും. 3, വെളിച്ചം നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. വെളിച്ചം നമ്മളെ തേടി നമ്മൾ പോലും അറിയാതെ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ വരും എന്ന വലിയൊരു സന്ദേശം പ്രദാനം ചെയ്തുകൊണ്ടായിരിക്കണം ലോകത്താകമാനമുള്ള കഥാപ്രേമികൾ
ടി പത്മനാഭൻ്റെ ഈ കഥ അല്ലെങ്കിൽ ഈ ചെറുകഥ ഇപ്പോഴും വളരെ മികച്ച ഒരു കഥയായിട്ട് അംഗീകരിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നത് എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ഇതിനകത്ത് നമുക്ക് ചില ചോദ്യോത്തരങ്ങളുണ്ട്. ആ ചോദ്യോത്തരങ്ങൾ അടുത്ത ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരുന്നതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.